മറ്റേ ശംഖുപുഷ്പത്തിൻ്റെ ചെമ്പരത്തിയുടെ ഇല്ലായിരുന്നോ? അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. സെക്കൻഡ് പാർട്ടാണോ ഫസ്റ്റ് പാർട്ടാണോ? ഏതെങ്കിലുമൊക്കെ പാർട്ടാകട്ടെ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ബാക്കി ഹണി ആഡ് ചെയ്യാം. കുറച്ചായിട്ട് ആഡ് ചെയ്താൽ മതി. അതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നല്ല ഹെൽത്തിയാണ്. ഇതിലോട്ട് നമ്മൾ പാലിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് വെച്ചേക്കാം. ഇനി അത് ഇരുന്നോട്ടെ. ഹണിയൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ. നല്ല ടേസ്റ്റ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഹണി കുറച്ച് കട്ട് ചെയ്തു. ഹണി കണ്ടിട്ട് അപ്പം ഹണി എടുത്തിട്ട് അപ്പം എല്ലാം കൂടി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഒന്ന് റെഡി ആകട്ടെ. ഇതിൽ നിന്ന് ഹണി പോയോ? പോയിട്ടുണ്ട്. പോയി പോയിട്ടില്ലെന്ന് തോന്നുന്നു. അറിയത്തില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. രണ്ടും ഇങ്ങനത്തെ നല്ല ഡാർക്ക് കളേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പം ഇത് ഈ ഒരു കളർ കാണുമ്പോൾ ശംഖുപുഷ്പത്തിന് വയലറ്റ് കളറല്ലേ എന്നൊരു ചിന്ത കാണും. പക്ഷെ ശംഖുപുഷ്പത്തിന് ആക്ച്വലി വൈറ്റ് കളറല്ല. ഇതിൻ്റെ ശരിക്കുമുള്ള കളറ് ബ്ലൂ ആണ്. ശംഖുപുഷ്പത്തിൻ്റെ ഒരു ലൈറ്റ് റെഡ് അല്ല ശരിക്കും അതിൻ്റെ കളറ്. ചെമ്പരത്തി അതിൻ്റെ ലൈറ്റ് കളറല്ല, നല്ല ഡാർക്ക് കളറാണ്. സ്പൂൺ പോലും കാണാൻ പറ്റുന്നില്ല, അത്രയും ഡാർക്കാണ്. സോ നമുക്കൊന്ന് കുടിച്ച് നോക്കാം. ഈ സ്പൂണിലുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ എടുത്തൊന്ന് ഒഴിവാക്കാം. കുടിച്ച് നോക്ക്. ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ കുടിച്ച് നോക്കാം. ഞാൻ കുടിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്. ഇഷ്ടമായോ? ഹണിയുടെ ഒരു ചെറിയൊരു ടേസ്റ്റ് മാത്രമുണ്ട്. അമ്മ ഇത് കുടിച്ച് നോക്ക്. വേണോ? നല്ല ചൂടുണ്ടേ. അപ്പം രണ്ടിനും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് നാച്ചുറൽ ഫുഡ് കളേഴ്സ്. ഇതിനെല്ലാത്തിനും നല്ല ഉപയോഗമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നല്ല ഗ്ലോയിങ് സ്കിൻ കിട്ടും, ഹൈഡ്രേറ്റിംഗ് സ്കിൻ കിട്ടും. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം അമ്മ കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിച്ചായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇത്രേ യൂസ് ചെയ്തുള്ളൂ. ആർക്കെങ്കിലും വേണമെന്ന് വിചാരിച്ചിട്ടാണ് തിളപ്പിച്ചത്. അപ്പം ആ വെള്ളം അവിടെ ബാക്കി ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ നിറച്ച് ഉറുമാണല്ലോ. ഇനി ഇത് കണ്ടോ, സോക്ക് ചെയ്തത് ഇങ്ങനെ റെയിൻബോ കളറായിരിക്കണം. എന്നാൽ ഈ ചെമ്പരത്തിക്ക് എവിടെയായിരുന്നു? നിങ്ങൾ കമൻറ്റ് ചെയ്യും.